അപ്പോൾ ഇന്നത്തേത് കുറച്ച് കുട്ടികൾ ചോദിച്ച ഡൗട്ട് ക്ലാരിഫൈ ചെയ്യാനുള്ള വീഡിയോ ആണ്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ കുറേ പേര് ചോദിച്ചതാണ്, അവർ നേരത്തെ നമ്മളെ LBS ഡോക്യുമെൻസും മാർക്കൊക്കെ ആഡ് ചെയ്യേണ്ട സമയത്ത് അവർക്ക് എല്ലാ ഡോക്യുമെൻറ്റ്സും ആഡ് ചെയ്യാനായിട്ട് കഴിഞ്ഞില്ല. അതേപോലെ തന്നെ മാർക്കിൽ കറക്ഷൻ ഉണ്ട്. ഇപ്പോൾ +1 മാർക്കാണ് മാത്രമാണ് അവർ ആഡ് ചെയ്തത്. ഇതൊക്കെ ഇനി കറക്റ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. ഞാൻ ഓൾറെഡി എൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഇതെല്ലാം നമുക്ക് കറക്റ്റ് ചെയ്യാനായിട്ട് LBS തന്നെ ഒരു സമയം തരും. അതാണ് കറക്ഷൻ ടൈം. ഇപ്പോൾ നമ്മുടെ രജിസ്ട്രേഷനൊക്കെ കംപ്ലീറ്റ് ആയി. അപ്പോൾ ഉടനെ തന്നെ ഈ കറക്ഷൻ ടൈം തരും. ഈ കറക്ഷൻ ടൈമിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ കറക്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം കറക്റ്റ് ചെയ്യുക. അതേപോലെ അപ്ലോഡ് ചെയ്യാത്ത ഡോക്യുമെൻറ്റ്സ് എല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ അപ്ലോഡ് ചെയ്യുക എന്നുള്ള കാര്യം. പിന്നെ നിങ്ങൾക്കൊരു അവസരം കിട്ടിയെന്ന് വരത്തില്ല. അതുകൊണ്ട് അതെല്ലാം ശ്രദ്ധിച്ച് വേണം ചെയ്യാനായിട്ട്. പിന്നെ അത് കഴിഞ്ഞ് ഉടനെ തന്നെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും. ഈ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തതിന് ശേഷമാണ് എന്ത് വരുന്നത്, ഓപ്ഷൻ രജിസ്ട്രേഷൻ വരുന്നത്. ഈ ഓപ്ഷൻ രജിസ്ട്രേഷൻ്റെ സമയത്ത് നിങ്ങൾക്ക് വേണ്ടുന്ന കോളേജും കോഴ്സും ഒക്കെ എന്ത് ചെയ്യുക, സെലക്ട് ചെയ്യാനായിട്ട് നോക്കുക. മെയിനായിട്ട് ചോദിച്ചൊരു ഡൗട്ടാണ് ടോക്കൺ ഫീസ് റീഫണ്ട് ആവുമോ എന്നുള്ളത്. അപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നു. ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വരുമ്പോൾ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ടോക്കൺ ഫീസ് അടച്ചിടുക. ടോക്കൺ ഫീസ് അടച്ചില്ലെങ്കിൽ പിന്നെയുള്ള അലോട്ട്മെൻറ്റിലൊന്നും നിങ്ങളെ കൺസിഡർ ചെയ്യത്തില്ല. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ടോക്കൺ ഫീസ് അടച്ചു. അഥവാ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ കിട്ടാത്ത കുട്ടികളാണെങ്കിൽ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ വെയിറ്റ് ചെയ്യുക. അപ്പോൾ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ വന്നു കഴിഞ്ഞാൽ ഏത് കോളേജാണോ കിട്ടിയ ആ കോളേജിൽ ചെന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, അഡ്മിഷൻ എടുക്കുക. ഇപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ കിട്ടാത്ത കുട്ടികളാണെങ്കിൽ ആ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ കിട്ടുമ്പോഴേക്ക് ടോക്കൺ ഫീസും കൂടെ അടയ്ക്കണം. പിന്നെ തേർഡ് അലോട്ട്മെൻറ്റ് വരും. സ്പെഷ്യൽ ആൻഡ് സ്പോട്ട് അലോട്ട്മെൻറ്റ് എല്ലാം കഴിഞ്ഞു. ഇപ്പോൾ നിങ്ങൾ കോളേജിൽ ചേർന്നില്ല, നിങ്ങൾ ടോക്കൺ ഫീസ് അടച്ചു, പക്ഷേ നിങ്ങൾ കോളേജിൽ ജോയിൻ ചെയ്തില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ കോളേജ് വേണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അടച്ച ടോക്കൺ ഫീസ് തിരിച്ചു തരുമോ എന്നുള്ളതാണ്. ഇത് തിരിച്ച് കിട്ടും. ഈ LBSൻ്റെ അലോട്ട്മെൻറ്റ് പ്രോസസ്സ് എല്ലാം കഴിഞ്ഞതിന് ശേഷം, ഈ സ്പെഷ്യലും സ്പോട്ട് അലോട്ട്മെൻറ്റ് എല്ലാം കഴിഞ്ഞതിന് ശേഷം LBS തന്നെ അതിൻ്റെ പേജിൽ ഈ റീഫണ്ട് പ്രോസസ്സിന് വേണ്ടി അപ്ലൈ ചെയ്യാനായിട്ട് പേജ് ഓപ്പൺ ആക്കി ഇടും. അപ്പോഴേക്ക് ഇപ്പം കോളേജിൽ അഡ്മിഷൻ എടുക്കാത്ത കുട്ടികൾക്ക് എന്ത് ചെയ്യാം, അതിനകത്ത് കയറി അപ്ലൈ ചെയ്തിടാം. അവരുടെ രജിസ്ട്രേഷൻ നമ്പറും പാസ്വേഡും എല്ലാം അടിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ റീഫണ്ടിന് വേണ്ടി അപ്ലൈ ചെയ്ത് ഇടാം. ഇപ്പോൾ യൂഷ്വലി ഇതിന് കുറച്ച് ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ളൊരു പ്രോസസ്സാണ്. ഒരു 2-3 മന്ത്സ് വരെ ഇതിനെടുക്കും. അപ്പോൾ ഈ ഈ അലോട്ട്മെൻറ്റ് പ്രോസസ്സ് എല്ലാം കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യും, ഈ LBS ഇങ്ങനെ സൈറ്റ് അത് കുറച്ച് ലാഗ് എടുക്കും. അപ്പോൾ ഈ ലാഗിന് ശേഷം എന്ത് ചെയ്യും, LBS അതിൻ്റെ പേജിൽ ഇങ്ങനെ ഒരു ആപ്ലിക്കേഷൻ അപ്ലോഡ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് കയറി അതിൽ രജിസ്റ്റർ ചെയ്യാം ഈ റീഫണ്ടിന് വേണ്ടി. അപ്പോൾ അതിനകത്ത് കൃത്യമായിട്ട് നിങ്ങളുടെ റീസൺ എന്ത് ചെയ്യുക, കൊടുക്കണം. എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ റീഫണ്ടിന് വേണ്ടി അപ്ലൈ ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾ കോളേജിൽ അഡ്മിഷൻ എടുക്കാത്തതാണോ, അങ്ങനെ എന്താണ് ആ സ്പെസിഫിക് റീസൺ നിങ്ങൾ എന്ത് ചെയ്യണം, അവിടെ മെൻഷൻ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ PNC മാക്കിലോ അല്ലെങ്കിൽ പുറത്ത് മാനേജ്മെൻറ്റ് സീറ്റ് എടുത്തതിലോ വേറെ ഏതെങ്കിലും ആണ് നല്ല കോളേജ് കിട്ടിയത്, LBSൽ കിട്ടിയ കോളേജ് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ലാസ്റ്റ് ഇതേപോലെ ഈ അടച്ച പൈസ റീഫണ്ട് ചെയ്യാൻ വേണ്ടി LBSൽ തന്നെ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നിങ്ങൾ ഈ കറക്ഷൻ ടൈം വരുമ്പോഴേക്ക് എന്തെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് നിങ്ങൾ കറക്റ്റ് ചെയ്യുക. അതിനുശേഷം എന്ത് ചെയ്യുക, നമ്മുടെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നതിന് വെയിറ്റ് ചെയ്യുക. അതിനുശേഷം ഓപ്ഷൻ രജിസ്ട്രേഷൻ വരും. കൃത്യമായിട്ടുള്ള കോഴ്സും അതേപോലെ തന്നെ കോളേജ് നിങ്ങൾ എന്ത് ചെയ്യുക, ഓപ്ഷൻ രജിസ്ട്രേഷനിൽ വെച്ച് കൊടുക്കുക. ഓരോ അലോട്ട്മെൻറ്റ് വരും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ടോക്കൺ ഫീസ് അടച്ച് നിങ്ങളുടെ സീറ്റ് സെക്യൂർ ചെയ്ത് വെക്കാനായിട്ട് നോക്കുക. പിന്നെ അഥവാ നിങ്ങൾക്ക് അഡ്മിഷൻ എടുത്തില്ല, ടോക്കൺ ഫീസ് തിരിച്ച് വേണമെങ്കിൽ LBS പിന്നെ അതിന് തിരിച്ച് കിട്ടാൻ റീഫണ്ടിന് വേണ്ടി ആപ്ലിക്കേഷൻ ഇടും. അതിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ ബൈ.